മങ്കട കുരങ്ങൻചോല വ്യൂ പോയിന്റിന് സമീപം ഉണ്ടായ ഇടിമിന്നൽ ദുരന്തത്തിൽ മരണപ്പെട്ട 4 പേരുടെയും മൃതദേഹം വെള്ളില ജുമാ മസ്ജിദിൽ ഖബറടക്കി. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. സിയാദ്, ഫഹദ്, റഹീസ്, ബഹാസ് ഒരുമിച്ച് വളർന്നും പഠിച്ചും സഞ്ചരിച്ചും നടന്ന 4 യുവാക്കളെയാണ് ഇടിമിന്നൽ ദുരന്തത്തിലൂടെ മങ്കട വെള്ളില എന്ന ഗ്രാമത്തിന് നഷ്ടമായത്. ചൊവ്വാഴ്ച മങ്കട വെള്ളില കടുക്ക സിറ്റി നമ്പൂരിക്കാട് പോയിന്റിൽ സായാഹ്നം ചെലവഴിക്കാനെത്തിയ സുഹൃത്തുക്കളായ യുവാക്കൾക്കാണ് ഇടിമിന്നലേറ്റത്. 6 പേർക്കാണ് മിന്നലേറ്റത്. മരിച്ചവരിൽ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ വെള്ളിലയിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. ശേഷം വെള്ളില മഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. അതേസമയം ഇടിമിന്നലേറ്റ് പരിക്കേറ്റ റോഷൻ, ഇഷാത്ത്, സൽമാനുൽ ഫാരിസ് എന്നിവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.